Hi friends, welcome to Ask IAS. UPSC സിവിൽ സർവീസ് എക്സാമിനേഷനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് കേസസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് കേസസും അതിന്റെ സുപ്രീം കോടതി വേർഡിക്റ്റുകളും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ആണെങ്കിലും അതേപോലെ തന്നെ എസ്പെഷ്യലി മെയിൻസ് എക്സാമിനേഷൻ ആണെങ്കിലും ഒരുപാട് ചോദ്യങ്ങളും വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് കേസസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷന് വല്ലപ്പോഴും മാത്രം വന്ന് കാണാറുള്ളതാണെങ്കിലും മെയിൻസ് എക്സാമിനേഷനകത്ത് പലപ്പോഴും ഈ കേസുകളുടെ പേരെടുത്ത് പറഞ്ഞു കൊണ്ടുപോലും എന്ത് ചെയ്യാറുണ്ട്, ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാർ ബൊമ്മായി കേസൊക്കെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ ഇത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയത് കാരണവും ഇത് പലപ്പോഴും സ്റ്റുഡൻസിന് പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായത് കാരണമാണ് ഈ ഒരു സീരീസ് ആസ്ക് IAS ചെയ്യുന്നത്. സോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആസ്ക് IASലേക്ക് സ്വാഗതം. സോ അപ്പൊ ഈ സീരീസിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 1950 മുതൽ ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് 2020 വരെയുള്ള ഈ ഒരു 70 ഇയേഴ്സിന്റെ ഇടയ്ക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള നമ്മുടെ UPSC നമ്മൾ പഠിക്കേണ്ടതായിട്ട് ആവശ്യമുള്ള പ്രധാനപ്പെട്ട കേസസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ലെക്ചർ സീരീസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് എപ്പിസോഡാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ തരത്തില് ചമ്പകം ധരരാജൻ കേസ് മുതൽ ഏറ്റവും അവസാനം നമ്മൾ ശബരിമല കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതി വേർഡിക്റ്റ് വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. സോ അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ കേസിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എന്താണ് ഈ കേസ്, അതിനകത്ത് കോടതിയുടെ വിധി എന്തായിരുന്നു, അത് ഏത് തരത്തിലാണ് നമ്മുടെ ഫ്യൂച്ചർ ആക്ഷൻസിനെ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിട്ടുള്ള വരുന്ന കാര്യങ്ങളെ ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ലോങ് ടേം സിഗ്നിഫിക്കൻസ് എന്തായിരുന്നു, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ അല്ലെങ്കിൽ ഈ ലെക്ചർ സീരീസിനകത്ത് പ്രധാനമായിട്ടും നോക്കുന്നത്. സോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് കേസസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. മെയിൻസിനൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണത്. സോ അപ്പൊ അതിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യ കാലഘട്ടത്തിൽ, അതായത് 1950 വന്നിട്ടുള്ള 2 കേസസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് 1951 വന്നിട്ടുള്ള ചമ്പകം ധരരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന കേസാണ്. സോ ഈ ചമ്പകം ധരരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ കേസിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത്, മദ്രാസ് പ്രൊവിൻസിൽ അല്ലെങ്കിൽ മദ്രാസ് പ്രസിഡൻസിയിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കാലഘട്ടത്തിൽ 1927 വന്നിട്ടുള്ള ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ടായിരുന്നു. അതായത് കമ്മ്യൂണൽ ഗവൺമെന്റ് ഓർഡർ ഓഫ് മദ്രാസ് പ്രസിഡൻസി 1927 എന്ന് പറയുന്നത്. സോ ഈ ഗവൺമെന്റ് ഓർഡറിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, മദ്രാസ് പ്രസിഡൻസിക്കകത്തുള്ള അല്ലെങ്കിൽ മദ്രാസ് പ്രൊവിൻസിനകത്തുള്ള ആളുകൾക്ക്, എസ്പെഷ്യലി അവിടുത്തെ ബാക്ക്വേർഡ് ക്ലാസ്സസിൽ പെടുന്ന ദളിത് കമ്മ്യൂണിറ്റി പെടുന്ന ആളുകൾക്ക് കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് ഗവൺമെന്റ് ജോബ്സിലേക്കും അതേപോലെ തന്നെ കോളേജ് എഡ്യൂക്കേഷനിലേക്ക് അല്ലെങ്കിൽ കോളേജുകളിലേക്കും അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഗവൺമെന്റ് ജോബ്സുമായിട്ട് ബന്ധപ്പെട്ടും റിസർവേഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ആർട്ടിക്കിൾ 16 എന്ത് പറയുന്നുണ്ട്, റിലീജിയനോ കാസ്റ്റോ ഒന്നും ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് പാടില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ, അതായത് 1950 ഭരണഘടനയിൽ എന്തുണ്ടായിരുന്നില്ല, ഇന്ന് നമ്മൾ കാണുന്ന തരത്തിൽ ആർട്ടിക്കിൾ 16 15 പറയുന്ന സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസിനോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിനോ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എക്കണോമിക്കലി വീക്കർ സെക്ഷനോ എന്നുള്ള റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉണ്ടായിരുന്നില്ല. സോ അപ്പൊ അത് ഇല്ലാതിരിക്കെ തന്നെയാണ് ഇങ്ങനെ തരത്തിലുള്ള ഒരു റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം മദ്രാസ് പ്രൊവിൻസിൽ നിലവിലുണ്ടായിരുന്നത്. സോ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 13 ഒരു കാര്യം പറയുന്നുണ്ട്, എനി ലോ ദാറ്റ് ഈസ് ഇൻകൺസിസ്റ്റന്റ് ഓർ ഇൻ ഡെറഗേഷൻ വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഷാൽ ബി വോയിഡ് എന്ന് പറയുന്നത്. അതായത് ഫണ്ടമെന്റൽ റൈറ്റിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡെറഗേഷൻ ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമങ്ങൾ വോയിഡ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ആ നിയമങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കില്ല എന്ന് പറയുന്നുണ്ട്. സോ ചമ്പകം ധരരാജൻ സുപ്രീം കോടതിയിൽ പറഞ്ഞ പരാതി എന്ന് പറയുന്നത് ഇതായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ 16 എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണ് മദ്രാസിൽ നിലവിലുള്ള ഈ നിയമം എന്ന് പറയുന്നത്. സോ അത് കാരണം ഈ ഒരു ഓർഡർ അല്ലെങ്കിൽ ഈ ഒരു നിയമം വോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം എന്നുള്ളതായിരുന്നു ചമ്പകം ധരരാജന്റെ പ്ലീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഓർക്കണം, എന്തുകൊണ്ടാണ് മദ്രാസ് ഗവൺമെന്റ് അല്ലെങ്കിൽ മദ്രാസ് പ്രസിഡൻസിയിലെ അല്ലെങ്കിൽ അന്നത്തെ മദ്രാസ് സ്റ്റേറ്റിലെ ഗവൺമെന്റ് ഈ ഒരു കാര്യം ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷവും, അതായത് ആർട്ടിക്കിൾ 16 അവർക്കും അറിയാം, പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ ഇത് കണ്ടിന്യൂ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പിറകിൽ ഒരു ചെറിയ കഥയുണ്ട്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഡിബേറ്റ്സ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ആളുകൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യ കാലഘട്ടത്തിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ വരുന്ന സമയത്ത്
നമ്മുടെ ഇന്ത്യയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സും അതേപോലെ തന്നെ പാർട്ട് 4 പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും രണ്ടായിരുന്നില്ല. അത് ഒരൊറ്റ ചാപ്റ്ററിന്റെ ഭാഗമായിരുന്നു. ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ഒറ്റ ചാപ്റ്ററിന്റെ ഭാഗമായിരുന്നു ഇപ്പൊ നമ്മൾ കാണുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും. പക്ഷെ അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കാരണമാണ് അതൊരു പ്രിൻസിപ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻസ് ആയിട്ട് സെപ്പറേറ്റ് ഒരു ക്ലാസ് ഓഫ് പ്രൊവിഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ക്ലാസ് ഓഫ് പ്രൊവിഷൻസ് ആയിട്ട് മാറ്റിയത്. പക്ഷേ ആർട്ടിക്കിൾ 37 എന്ത് പറയുന്നുണ്ട്? ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റുകൾ ഉത്തരവാദിത്തം ഉണ്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. സോ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ആർട്ടിക്കിൾ 46 എന്ത് പറയുന്നുണ്ട്? ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും അതേപോലെ തന്നെ മറ്റുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്കും വേണ്ടിയിട്ട് അവരുടെ സോഷ്യലും അതേപോലെ തന്നെ എക്കണോമിക്കും ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സോ അപ്പൊ ഇവിടെ നമ്മൾ ഈ മദ്രാസ് പ്രസിഡൻസിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മദ്രാസ് സ്റ്റേറ്റിനകത്ത് ഉണ്ടായിരുന്ന ഈ ഒരു റിസർവേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന് വേണമെങ്കിൽ ഇങ്ങനെ ഗവൺമെന്റ് ഈ തരത്തിലായിരുന്നു ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 46 എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു പോളിസി നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ ചമ്പക്കൻ തൊരൈരാജൻ പറഞ്ഞ എന്താണ്? ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നടപ്പിലാക്കാനാണെങ്കിലും അല്ലെങ്കിൽ ആർട്ടിക്കിൾ 13 ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തുകൊണ്ട് നിയമം വന്നു കഴിഞ്ഞാൽ നിയമം തെറ്റാണെന്ന് പറയണം. ഇതായിരുന്നു കോടതിയിൽ ആവശ്യപ്പെട്ടത്. സോ സുപ്രീം കോടതി ആക്ച്വലി ഈ ഒരു കേസിനകത്ത് ഈ പറയുന്ന ഈ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ് വേഴ്സസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ ഈ കേസിനകത്ത് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ കേസിനകത്ത് സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ നടപ്പിലാക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിനായിക്കോട്ടെ ഒരു നിയമം ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിയമം തെറ്റായിട്ട് മാറും. ഓക്കെ, അതിനകത്ത് ഒരു സംശയവും വേണ്ട. സോ അപ്പൊ അത് കാരണം ഈ മദ്രാസ് പ്രസിഡൻസിലല്ല മദ്രാസ് സ്റ്റേറ്റിനകത്ത് നിലവിലുണ്ടായിരുന്ന ഈ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കമ്മ്യൂണൽ റിസർവേഷനുമായിട്ട് അല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗവൺമെന്റ് ഓർഡർ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് കോടതി ഡിക്ലെയർ ചെയ്തു. ഓക്കെ, സോ അപ്പൊ അവിടെ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആണോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റിനാണ് പ്രൈമസി എന്ന് പറയുകയും ചെയ്തു. ഓക്കെ, സോ ഇത് ഈ പറയുന്ന ഒരു റിസർവേഷന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമായിട്ടല്ല അന്നത്തെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കണ്ടത്. ഇതിനകത്തൊരു ഫാർ റീച്ചിങ് ഇമ്പാക്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഇമ്പാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ അന്നത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് വലിയൊരളവോളം അല്ലെങ്കിൽ ഒരു മോർ ദാൻ 70% ആളുകൾ വന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറിനെയാണ്. പക്ഷെ ഇന്ത്യയുടെ അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം വരുന്ന ചില ആളുകളുടെ കയ്യിലാണ്. ഇപ്പൊ നമ്മൾ ലാൻഡ് ലോഡ്സ് എന്നോ അല്ലെങ്കിൽ ജമ്മിമാരൊക്കെ എന്നൊക്കെ പറയുന്ന ആളുകളുടെ കയ്യിലാണ്. സോ അപ്പൊ ഇവിടെ ഈ ഒരു ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പറയുന്ന വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മുടെ പ്രിയാമ്പിളിനകത്തൊക്കെ പറയുന്ന സോഷ്യോ എക്കണോമിക് ഇക്വാലിറ്റിയോ അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ് ഒന്നും നടപ്പിലാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്കൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആയിട്ട് ഫ്ലറിഷ് ചെയ്യാനും പറ്റില്ല. കാരണം ഭയങ്കര ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വളർന്നുണ്ടാവും, വലിയ രീതിയിൽ അൺഈക്വാലിറ്റി സൊസൈറ്റിയിൽ നിലനിൽക്കുകയും ചെയ്യും. സോ അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് ഗവൺമെന്റ് ഇപ്പൊ നമ്മൾ ഓർത്ത് നോക്കണം 51 അന്നത്തെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ അന്നത്തെ പാർലമെന്റ് എന്ന് പറയുന്നത് ഈ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. സോ അപ്പൊ അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ് ഇപ്പൊ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നടപ്പിലാക്കുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായിട്ട് പറയുന്നത്. കാരണം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നിയമം ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണയുടെ പുറത്താണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കോടതി പറഞ്ഞത് ഇതെങ്ങനെയല്ല എന്നുള്ള രീതിയിലാണ് കോടതി അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന റിസർവേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിനെക്കാട്ടിലും ഒരു വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു വൈഡർ ഇംപ്ലിക്കേഷൻ ഉള്ള രീതിയിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ നിയർ ഫ്യൂച്ചറിൽ തന്നെ വരും. അല്ലെങ്കിൽ ഇത് ഈ സുപ്രീം കോടതി വിധി അതേപടി നടപ്പിലാക്കി കഴിഞ്ഞാൽ ലാൻഡ് റിഫോംസ് പോലുള്ള കാര്യങ്ങളൊന്നും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു പേടി അന്നത്തെ സെൻട്രൽ ഗവൺമെന്റിന് ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഈ വിധി കാരണം ഉണ്ടായിട്ടുള്ള ഇമ്പാക്ട് അല്ലെങ്കിൽ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് പിന്നാലെ നടന്ന ആഫ്റ്റർമാത്താണ്. അതായത് ഈ പറയുന്ന ഇത് റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഫസ്റ്റത്തെ പ്രധാനപ്പെട്ട വിധിയായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ഫസ്റ്റ് പ്രധാനപ്പെട്ട കേസായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഫാർ റീച്ചിങ് ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇത് റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കേസ് ആണെങ്കിൽ പോലും ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ ഈ പ്രോപ്പർട്ടി റൈറ്റിനെ കേർട്ടൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കോടതി വിധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അന്നത്തെ പ്രൊവിഷണൽ പാർലമെന്റ് അല്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ഇന്ററിം പാർലമെന്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഓർത്തു വെക്കുക 1952 ഇന്ത്യയുടെ പാർലമെന്റ് നിലവിൽ വരുന്നത്. സോ അതിന് മുമ്പാണ് ഈ കേസിന്റെ വിധി വരുന്നത് 51. സോ അതേ വർഷം തന്നെ, അതായത് ഇന്ത്യയുടെ ഇപ്പം നമ്മൾ കാണുന്ന രീതിയിൽ രാജ്യസഭയും ലോക്സഭയ്ക്കുള്ള പാർലമെന്റ് നിലവിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഒരു ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്നുള്ള സ്ഥാനം പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ട് സെൻട്രൽ ലെജിസ്ലേച്ചർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അപ്പൊ അവരെന്ത് ചെയ്തു? ഈ പ്രൊവിഷണൽ പാർലമെന്റ് ഈ കോടതി വിധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ അമെന്റ്മെന്റ് ആക്ട് പാസ്സാക്കി, ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. സോ നമ്മുടെ പ്രൊവിഷണൽ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടും ഇതാണ്. കാരണം ഇതൊരു പ്രസിംഗ് ഇഷ്യൂ ആയിട്ട് അവർക്ക് തോന്നിയത് കാരണമാണ് വളരെ തിടുക്കത്തിൽ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഇങ്ങനെ ഒരു കാര്യം അവർ ചെയ്തത്. സോ ഈ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിലൂടെ ഇപ്പൊ ഈ പറയുന്ന റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചു. ആർട്ടിക്കിൾ 15 അതേപോലെ തന്നെ ആർട്ടിക്കിൾ 16
എന്ത് ചെയ്തു, ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതേപോലെ തന്നെ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസിനൊക്കെ വേണ്ടിയിട്ട് എക്സെപ്ഷൻസ് ആവാന്നുള്ള അല്ലെങ്കിൽ റിസർവേഷൻ ഒക്കെ കൊടുക്കാന്നുള്ള രീതിയിൽ എക്സെപ്ഷൻസ് ആഡ് ചെയ്തു. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 19 എസ്പെഷ്യലി അതിനകത്ത് ഈ പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില എക്സെപ്ഷൻസ് ആഡ് ചെയ്തു. കാരണം ഇതൊക്കെ ഇനി കാലങ്ങൾ പോകുന്നതോറും പ്രശ്നമായിട്ട്, അതായത് ഈ തരത്തിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്നുള്ളൊരു തോന്നൽ വന്നത് കാരണം. പക്ഷേ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇവർ എന്ത് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 31 പറയുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റിനെ വളരെ നല്ല രീതിയിൽ അങ്ങ് റെസ്ട്രിക്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 31A അതേപോലെ തന്നെ ആർട്ടിക്കിൾ 31B ഈ തരത്തിൽ 2 ആർട്ടിക്കിൾസ് ഭരണഘടനയിൽ ആഡ് ചെയ്തു. ഈ 2 ആർട്ടിക്കിൾസും ആർട്ടിക്കിൾ 31 എക്സെപ്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 31 ലിമിറ്റേഷൻസ് ആയിട്ടാണ് ആഡ് ചെയ്തത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിക്കിൾ 31B എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 31B ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പുതുതായിട്ടൊരു ഷെഡ്യൂൾ, 9th ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾ വരുന്നത്. സോ 9th ഷെഡ്യൂളിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സംസ്ഥാനങ്ങൾ പാസ്സാക്കുന്ന ലാൻഡ് റിഫോംസ് ആക്ടുകൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 31B പറയുന്നത് 9th ഷെഡ്യൂളിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് കോടതികൾക്ക് വോയിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അതായത് ആർട്ടിക്കിൾ 13 പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന നിയമങ്ങൾ തെറ്റായിട്ട് മാറും. പക്ഷെ ആ കാര്യങ്ങൾ 9th ഷെഡ്യൂളിനകത്ത് പറയുന്ന നിയമങ്ങൾക്ക് ബാധകമല്ല എന്നുള്ളതായിരുന്നു ആർട്ടിക്കിൾ 31B പറയുന്നത്. സോ ഈ 9th ഷെഡ്യൂൾ എന്താ ചെയ്തത്, ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ പരിശോധിക്കാനുള്ള കോടതിയുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ പവേഴ്സിനെ കേർട്ടൈൽ ചെയ്യുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഈ തരത്തിൽ ഒരു ഫാർ റീച്ചിങ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കേസായിരുന്നു ചെമ്പകം തൊരൈരാജൻ കേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം വന്നു, ഫണ്ടമെന്റൽ റൈറ്റ് വേഴ്സസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന കാര്യം വന്നു, അതേപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന കാര്യം വന്നു, അതേപോലെ തന്നെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വന്നു. ഈ തരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ് ചെമ്പകം തൊരൈരാജൻ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേ കാലഘട്ടത്തിൽ തന്നെ വന്നിട്ടുള്ള മറ്റൊരു കേസാണ്, അതും കൂടി നമ്മൾ ഈ സെഷനകത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടും അതേപോലെ തന്നെ ചെമ്പകം തൊരൈരാജൻ കേസിന്റെ വിധിയുടെ ഒക്കെ ആഫ്റ്റർമാത്ത് ആയിട്ട് വന്നൊരു കേസാണ് ശങ്കരി പ്രസാദ് കേസ് എന്ന് പറയുന്നത്. ശങ്കരി പ്രസാദ് കേസിനകത്ത് ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 13 എന്ത് പറയുന്നുണ്ട്, എനി ലോ ദാറ്റ് ഈസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ് ഷാൽ ബി വോയിഡ് എന്ന് പറയുന്നത്. അതായത് ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡെറഗേഷൻ ആയിട്ടുള്ള നിയമങ്ങളൊക്കെ എന്താണ് തെറ്റായിട്ട് മാറുമെന്ന് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് അതിനകത്ത് എന്ത് പറയുന്നുണ്ട്, ലോ എന്ന് പറയുന്ന ടേമിന് ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നുണ്ട്. ആ ഡെഫിനേഷനകത്ത് എന്ത് പറയുന്നുണ്ട്, പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ലോ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ശങ്കരി പ്രസാദ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആർട്ടിക്കിൾ 13 പറയുന്ന ലോ എന്ന് പറയുന്ന ടേമിന്റെ പരിധിപ്പെടുന്ന ഒരു സാധനമാണ്. അതിനകത്ത് പറയുന്നത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളൊക്കെ ലോയുടെ പരിധിപ്പെടുന്നതാണ്. ലോ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ ഇൻഡെറഗേഷൻ ആണെങ്കിൽ ആ ലോ തെറ്റാണെന്ന് പറയുന്നത്. സോ ശങ്കരി പ്രസാദ് പറഞ്ഞത് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പാസ്സാക്കിയിരിക്കുന്നത് പാർലമെന്റ് ആണ്. സോ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. ഓക്കെ, ആ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾ 15 എക്സെപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, 16 ആഡ് ചെയ്തിട്ടുണ്ട്, 19 ആഡ് ചെയ്തിട്ടുണ്ട്, 31 ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ 3 ഫണ്ടമെന്റൽ റൈറ്റ്സിനെയും വയലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. സോ ഈ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ലോ ആയത് കാരണം അല്ലെങ്കിൽ അത് നിയമം ആയത് കാരണം അത് ആർട്ടിക്കിൾ 13 അനുസരിച്ച് തെറ്റാണ്. സോ അപ്പൊ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിനെ വോയിഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇതായിരുന്നു ശങ്കരി പ്രസാദ് കേസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കേസിനകത്ത് സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ചെമ്പകം തൊരൈരാജൻ കേസിലെ പോലെയല്ല, കുറച്ചും കൂടി ഒരു ഗവൺമെന്റിന് അനുകൂലമായിട്ടായിരുന്നു സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് പറഞ്ഞ ഇത് ഒരു സിമ്പിൾ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. സുപ്രീം കോടതി പറഞ്ഞത് ഇന്ത്യൻ പാർലമെന്റിന് 2 തരത്തിലുള്ള അധികാരങ്ങളുണ്ട് നിയമനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന് ലെജിസ്ലേറ്റീവ് പവർ ആണ്. ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്നത് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള പാർലമെന്റിന്റെ അധികാരമാണ്. രണ്ടാമതായിട്ട് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് പവർ ആണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനക്കകത്ത് മാറ്റങ്ങൾ വരുത്താനുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ അമെൻഡ് ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരമാണ് ആർട്ടിക്കിൾ 368 പറഞ്ഞിട്ടുള്ളത്. സോ അപ്പൊ ഇത് രണ്ടും 2 തരത്തിലുള്ള അധികാരങ്ങളാണെന്ന് പറഞ്ഞു. അതായത് ഒന്ന് നിയമം നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്, 2 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സോ സുപ്രീം കോടതി പറഞ്ഞത് ഇതിനകത്ത് പറഞ്ഞ ഈ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പവർ ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളെയാണ് ആർട്ടിക്കിൾ 13 പറയുന്ന ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കുന്ന ലോ എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 368 അനുസരിച്ച് വരുന്ന നിയമങ്ങൾ അത് കോൺസ്റ്റിറ്റ്യൂന്റ് പവർ ഉപയോഗിച്ചിട്ട് വരുന്നതാണ്. അത് കാരണം അതിന് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടുകൾ അത് കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല, ലോ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതിന്റെ അർത്ഥം എന്താണ്, പാർലമെന്റ് ഒരു ഓർഡിനറി നിയമത്തിലൂടെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്താലേ ആ നിയമം തെറ്റാണെന്ന് പറയാൻ പറ്റൂ. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിലൂടെ ഫണ്ടമെന്റൽ റൈറ്റിനെ അഗേൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ലോ ആണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ആർട്ടിക്കിൾ 368 കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് പവർ ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിന് വേണമെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിനെ റെസ്ട്രിക്ട് ചെയ്യാനും ലിമിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അബ്രഗേറ്റ് ചെയ്യാനും എടുത്തു കളയാനും ഉള്ള അധികാരം ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടി സുപ്രീം കോടതി പറഞ്ഞു.
അതിന് പറയാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി സ്വീകരിച്ച ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് ഹാർമോണിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഹാർമോണിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വരുന്നതും ഈ ഒരു കേസിലാണ്. സോ ഇതിനകത്ത് സുപ്രീം കോടതി പറയുന്ന അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിളിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രൊവിഷൻസിനൊക്കെ അത് എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഇവിടെ വന്നേക്കുന്നത് ആർട്ടിക്കിൾ 13 ആർട്ടിക്കിൾ 368 തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. ആർട്ടിക്കിൾ 13 ലോ ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ ലോ തെറ്റാണെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 368 ഭരണഘടനയെ അമെന്റ് ചെയ്യാൻ പാർലമെന്റിന് അധികാരം കൊടുക്കും. സോ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് വന്നേക്കുന്നത്. സോ കോടതി പറഞ്ഞത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിന് ഒരിക്കലും പരസ്പരം കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന തരത്തിൽ വരുന്ന രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പകരം അവിടെ വേണ്ടത് ഒരു ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ഹാർമോണിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. അതായത് ഇവർ പരസ്പരം തമ്മിലടിക്കുന്ന രീതിയിൽ നമ്മളൊന്നും ഇന്റർപ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പകരം അത് രണ്ടും രണ്ട് തരത്തിൽ അങ്ങ് മുന്നോട്ട് പോകട്ടെ. അതായത് ആർട്ടിക്കിൾ 368 അനുസരിച്ച് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്തോട്ടെ. നിയമങ്ങൾ വന്നുകൊണ്ട് നിയമങ്ങൾ കാരണം ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ആർട്ടിക്കിൾ 13 ഡീൽ ചെയ്തോട്ടെ. സോ ദാറ്റ് മീൻസ് ആർട്ടിക്കിൾ 368 നിയമമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നർത്ഥം. ഓക്കെ, സോ ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസും അല്ലെങ്കിൽ ഇമ്പാക്റ്റും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ശങ്കരി പ്രസാദ് കേസിന്റെ വിധിയുടെ ബലത്തിലാണ് പിന്നീട് 1967 ഗോലക്നാഥ് കേസ് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റ് പല പല കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുകളിലൂടെ ഈ പറയുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റിനെ, എസ്പെഷ്യലി മറ്റു പല ഫണ്ടമെന്റൽ റൈറ്റിനെയും കാട്ടിൽ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രൈമറിലി റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റിനെ ഗ്രാജുവലി റെസ്ട്രിക്ട് ചെയ്ത് അതിനെ ജസ്റ്റ് ഒരു ഷെൽ ഫോമിലേക്ക് മാത്രം മാറ്റിയത്. ഓക്കെ, അതിന്റെ സ്കോപ്പ് വളരെയധികം പിന്നീട് കാലാകാലങ്ങളിൽ പാർലമെന്റിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റിയത് ഈ പറയുന്ന തരത്തിൽ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടും അതുപോലെ തന്നെ ഈ ശങ്കരി പ്രസാദ് കേസിലെ വേർഡിക്റ്റ്, ആ കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള വേർഡിക്റ്റിന്റെ ബലത്തിലാണ്. പക്ഷേ ഈ ശങ്കരി പ്രസാദ് കേസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന വേർഡിക്റ്റിനകത്ത് വലിയൊരു ശതമാനം, അതായത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് പവർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് പവർ ആണെന്നുള്ള കാര്യമൊക്കെ പിന്നീട് ഗോലക്നാഥ് കേസിനകത്ത് മാറി മറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്ത സെഷനിൽ നോക്കാം. സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നിങ്ങളോട് പറയാനുള്ളത്. ചമ്പകം ധരരാജൻ കേസിന്റെ കാര്യവും അതേപോലെ തന്നെ ശങ്കരി പ്രസാദ് കേസിന്റെ കാര്യവും. ഓക്കെ, സോ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് മറ്റുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി ഈ ലെക്ചർ സീരീസിന്റെ തുടർന്നുള്ള എപ്പിസോഡുകളിലൂടെ കണ്ടിന്യൂ ചെയ്യും. ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2018 വരെ അല്ലെങ്കിൽ 2020 വരെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കേസസ് എല്ലാം തന്നെ നമ്മൾ ഈ സീരീസിന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂ ചെയ്യും. സോ അപ്പോൾ തുടർന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ജോഗ്രഫി അതേപോലെ തന്നെ ഹിസ്റ്ററി, അതായത് നിങ്ങൾക്ക് ബേസിക്കലി UPSCയുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ചിട്ടുള്ള ലെക്ചേഴ്സ് ഈ ലെക്ചർ സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന ഏതെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമന്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്താം. കമന്റ് ബോക്സിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക്കുകൾ ഇതേപോലെ ഒരു ലെക്ചർ സീരീസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം നമ്മൾ പരിഗണിക്കുന്നതാണ്. സോ അപ്പൊ ആ തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാം. അതുപോലെ തന്നെ ആസ്ക് IASന്റെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അതിനകത്ത് നമ്മൾ അടുത്ത 2021 പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു പ്രിലിംസ് കം മെയിൻസ് പ്ലാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. സോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നോട്ട്സും അതേപോലെ തന്നെ ഡെയിലി ടെസ്റ്റുകളും അതുപോലെ തന്നെ വീക്ക്ലി അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസുകൾ, വീക്ക്ലി ടെസ്റ്റുകൾ, അതേപോലെ തന്നെ മെന്റർഷിപ്പ്, ഗൈഡൻസ്, അതുപോലെ തന്നെ ലെക്ചർ സീരീസുകൾ, ഇങ്ങനെ ഈ തരത്തിൽ നിങ്ങളുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ടെലിഗ്രാം ചാനലിനകത്ത് ഫ്രീ ഓഫ് കോസ്റ്റ് അവൈലബിൾ ആണ്. സോ അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ ടെലിഗ്രാം ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഈ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അപ്പൊ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു സീരീസുമായിട്ട് ഇപ്പൊ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. സോ ഈ സീരീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ ഒരു എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, അതായത് കുറച്ചും കൂടി എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കമന്റ് ബോക്സിനകത്ത് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുകൾ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കുകൾ ഏതാണെന്ന് പറയാം. ആ ടോപ്പിക്കുകൾ നമ്മൾ ഇതുപോലെ ലെക്ചർ ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിൽ പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷനകത്ത് ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഉണ്ടാവും. സോ അപ്പൊ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ഓക്കെ.